ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന ദൈവവചനം അപ്പോസ്തലപ്രവൃത്തിയിൽ 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏതു നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോസ്തലപ്രവൃത്തി പുസ്തകത്തിൻ്റെ ഹെഡിങ് അല്ലെങ്കിൽ ആ പുസ്തകത്തിന് ഇടേണ്ട പേര് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്ന് വേണം എന്നൊരു ഭക്തൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന് ചെയ്ത അനേക അത്ഭുത പ്രവർത്തികളെ വിവരിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തലപ്രവൃത്തി. 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി ചെല്ലുമ്പോൾ ആ ഗോപുരദ്വാതിൽക്കൽ ഒരു മുടന്തനായ മനുഷ്യനിരിക്കുകയും അവനെ കണ്ടിട്ട് പത്രോസും യോഹന്നാനും അവൻ്റെ കരത്തിൽ പത്രോസ് പിടിക്കുകയും, ആ വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നുവെന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിക്കുമ്പോൾ നരിയാണി ഉറച്ചവനായി അവൻ തുള്ളിയും ചാടിയും ആ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ ദേവാലയത്തിൽ കടന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് ദേവാലയത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു. അതു നിമിത്തമായി അവരെ പിടിക്കുകയും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും സദൂക്യരും അങ്ങനെ വലിയൊരു കൂട്ടം ആളുകളുടെ മധ്യത്തിൽ അവനെ നിർത്തി ചോദ്യം ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മളുടെ ധ്യാന ചിന്തയ്ക്കായി നിർത്തുന്നത്. അപ്പോൾ അവർ ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയാണ്: ഏതു ശക്തി കൊണ്ട്, ഏതു നാമത്തിൽ നിങ്ങൾ ഇവനെ സൗഖ്യമാക്കി? അത് പറയണം. അപ്പോൾ ഇന്ന് പകൽക്കാലം എൻ്റെ ചിന്തയ്ക്ക് വിഷയം ഭവിച്ച, അല്ലെങ്കിൽ ഞാൻ ധ്യാന ചിന്തയിൽ എന്നെ വളരെ ഫോക്കസ് ചെയ്യുവാൻ എനിക്കിടയായി തീർന്നത്, ഈ ദൈവഭൃത്യന്മാർ ഏതു ശക്തി കൊണ്ട് ഇവനെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ഇവനിലേക്ക് പകരപ്പെട്ട ശക്തി ഏത്? അല്ലെങ്കിൽ ഈ മുടന്തൻ എഴുന്നേൽക്കുവാൻ, ഈ മുടന്തൻ തുള്ളുവാൻ, ഈ മുടന്തൻ അവൻ സൗഖ്യമാകുവാൻ ഏതു ശക്തിയാണ് നിങ്ങൾ ഉപയോഗിച്ചത്? പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ ഇവർ ചോദ്യം ചെയ്യുമ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഒരു ദൈവഭക്തന്റെ ജീവിതത്തെ ലോകം കാണുമ്പോൾ അവർക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അതിൽ ഒരു ചോദ്യം മാത്രമാണ് നമ്മളിത് കണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഈ 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം. ഇവിടെ നീതിമാനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം, അതായത് യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇല വീഴാത്ത വൃക്ഷം പോലെ ഇരിക്കുന്നു. അപ്പോൾ ആളുകൾ നോക്കുന്നുണ്ട്, ഒരു നീതിമാൻ അവൻ്റെ വളർച്ച തക്ക കാലത്ത് ഫലം കായ്ക്കുന്നുണ്ട്, ഇല വാടുന്നില്ല. ഇതൊക്കെ എന്താണ് എന്ന് ചോദിച്ചാൽ, സ്തോത്രം, ഈ വൃക്ഷം ആറ്റരികത്താണ് നിൽക്കുന്നത് എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. നീതിമാന്റെ വളർച്ചയെക്കുറിച്ച് സങ്കീർത്തനങ്ങളിൽ പലയിടങ്ങളിലും നമ്മൾ കാണുന്നത് പനയെ ഉപമിച്ച് നമ്മൾ കാണുന്നുണ്ട്. അതൊരു മരുഭൂമിയിൽ നിൽക്കുന്ന വൃക്ഷമാണ്. അപ്പോൾ ഈ നീതിമാന്റെ തളർപ്പ്, അവൻ്റെ വളർച്ച എന്നുള്ളത്, പ്രൈസ് ദി ലോർഡ്, ലോകം നോക്കുമ്പോൾ അതിൻ്റെ രഹസ്യം എന്താ? ഇതെന്തുകൊണ്ട് ഇവർ ഈ മുടന്തനെ തൊട്ടപ്പോൾ അവൻ സൗഖ്യമായത്, അല്ലെങ്കിൽ പിടിച്ചെഴുന്നേറ്റപ്പോൾ അവൻ എഴുന്നേറ്റത്, അവൻ്റെ തളർവാദ രോഗം മാറിയത്, അല്ലെങ്കിൽ അവൻ്റെ മുടന്തു മാറിയത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പുറമേ ഒരു ശക്തിയല്ല, ആന്തരികമായി അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ആ ശക്തിയുടെ പ്രദർശനങ്ങളാണ് ഇവർ കാണുന്നത്. അപ്പോൾ നോക്കണം, ഒരു ഭക്തന്റെ ശക്തി എന്നുള്ളത് ബാഹ്യ മേഖലയിലല്ല, ആന്തരിക മേഖലയിൽ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്, സ്തോത്രം, സന്തോഷത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. എപ്പോഴും സന്തോഷിപ്പിക്കുന്ന,
അല്ലെങ്കിൽ ഭക്തന്മാരെ സംബന്ധിച്ച് എപ്പോഴും സന്തോഷിക്കണം. ഈ സന്തോഷം എന്നുള്ളത് ബാഹ്യതലത്തിൽ നിന്നുണ്ടാകുന്ന സന്തോഷമല്ല, അവൻ്റെ ഉള്ളിൽ ആന്തരികമായ സന്തോഷമാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇത് മത്തായി സുവിശേഷത്തിലേക്ക് നമ്മൾ ചിന്തിക്കും. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഗിരിപ്രകാശനത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ സ്തോത്രം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് മൂന്ന് നാല് ഘട്ടമായിട്ട് വേണം നമ്മൾ അതിനെ പഠിക്കേണ്ടത്. ആദ്യത്തെ ഘട്ടം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ സ്വഭാവ രൂപീകരണത്തോടുള്ള ബന്ധപ്പെട്ട് ചില ഉപദേശങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാൽ സ്തോത്രം അല്പം കൂടെ കഴിയുമ്പോൾ അവരുടെ ആത്മീയ മേഖലയിലേക്ക് കയറി നിന്നുകൊണ്ട് യേശു പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിന് 6 അധ്യായം 5 തൊട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. പിന്നെ പറയുന്നത് നിങ്ങൾ ഉപവസിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക എന്ന ആത്മമേഖലയിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ട് സ്തോത്രം അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് മറുപടി തരും, അല്ലെങ്കിൽ പ്രതിഫലം തരും. അപ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവ്, നമ്മൾ 5-ാം അധ്യായത്തിൽ കാണുന്നത് ഇങ്ങനെ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവ്. അപ്പോൾ നോക്കണം, ഒരു മനുഷ്യൻ്റെ ആത്മീയ മേഖലയാണ് സ്തോത്രം അവൻ്റെ ഭൗതിക മേഖലയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പ്രൈസ് ലോർഡ്. അവൻ്റെ ആന്തരികമായ സന്തോഷം അതാണ് അവൻ്റെ ഭൗതിക മേഖല സന്തോഷമായി മാറേണ്ടത്. നമ്മൾ ഭൗതിക മേഖലയിൽ നിന്ന് സന്തോഷിക്കുന്ന സന്തോഷം നൈമിഷികമാണ്. അതൊരല്പസമയം കഴിയുമ്പോൾ മാറിപ്പോകും. എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ സ്തോത്രം ആത്മമേഖലയിൽ അല്ലെ ആന്തരികമായ നിലവാരത്തിലൊരു വിടുതലുണ്ടാകണം. അപ്പോൾ കർത്താവിടെ പറയുന്നത് ഇങ്ങനെയാണ്: രഹസ്യത്തിൽ എന്ന് വെച്ചാൽ അതിലൊരു ആത്മീയൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം പ്രൈസിലോട് ഒരു ലോക മനുഷ്യൻ ഒരിക്കലും അറിയില്ല. അതിൻ്റെ രഹസ്യം എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലുള്ളൊരു ജീവിതമാണ്. പ്രൈസ് ലോർഡ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഹല്ലേലൂയ, അതിൻ്റെ നടത്തിപ്പ്, അതിലുള്ളൊരു ജീവിതം ഒരു മനുഷ്യൻ അനുഭവിക്കുമ്പോഴാണ് സ്തോത്രം ഏതു മേഖലയിലും ചിരിക്കാൻ കഴിയുന്നത്, ഏതു മേഖലയിലും സന്തോഷിക്കാൻ കഴിയുന്നത്. അവൻ്റെ വളർച്ച അത്ഭുതപൂർണമാകുന്നത് ആ മേഖലയാണ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് ശിംശോന്റെ അടുക്കൽ ചെന്ന് ഫെലിസ്ത്യന്മാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അവനെ എങ്ങനെയും ഒന്ന് കൊടുക്കാൻ നോക്കുമ്പോൾ ഇവൻ ഏത് ശക്തി കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? കണ്ടാൽ അവൻ അങ്ങനെയുള്ള ശക്തി ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇവൻ ചെയ്യുന്ന പ്രവർത്തികൾ ഏതു ശക്തി കൊണ്ടാണ്? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അരാം രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, നമ്മളുടെ അകത്ത് നമ്മൾ ഇസ്രായേലിനെ പൂട്ടാൻ വേണ്ടി ഒത്തിരി കാര്യം ചെയ്യും. പക്ഷെ അതെല്ലാം എങ്ങനെ നമ്മുടെ അരമനയ്ക്കകത്ത് നടക്കുന്ന കാര്യം എങ്ങനെ ഇസ്രായേൽ രാജാവ് അറിയുന്നു? അപ്പോഴാണ് അവിടെ നമ്മുടെ ഇടയിൽ ഒരു ചാരനുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് അങ്ങനെ അവിടെ കൂടുന്ന ആളുകൾ പറഞ്ഞു, നമ്മുടെ ഇടയിലുള്ള ചാരനല്ല, നമ്മൾ ഇവിടെ അകത്തു പറയുന്ന ഓരോ കാര്യവും സ്തോത്രം ഓരോ രഹസ്യങ്ങളും മനസ്സിലാക്കുന്ന എലീശ എന്നൊരു പ്രവാചകൻ അവരുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് വിഷയം. അപ്പൊ നോക്ക് ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ, ഒരാത്മീയന്റെ ജീവിതത്തിന്റെ ശക്തി, ഹല്ലേലൂയ, അവൻ്റെ വളർച്ച, അവൻ്റെ സന്തോഷം, അവൻ്റെ ഉയർച്ച, അവൻ്റെ മുൻപോട്ടുള്ള പോക്കുകളൊക്കെ ഹല്ലേലൂയ സ്തോത്രം ഒരു ലോകത്തിനു മനസ്സിലാക്കുവാൻ കഴിയുന്നതൊരു അപ്പുറം. ഇവിടെ കർത്താവ് പറയുന്ന ആ ചിന്ത ഒന്നുകൂടെ ഞാൻ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഹല്ലേലൂയ നിന്റെ ജീവിതം എന്ന് പറയുന്ന ഒരു രഹസ്യമായി മാറുകയാണ്. എന്ന് വെച്ചാൽ ലോകത്തിന് പിന്നെ നീ ഒരു രഹസ്യമാണ്. എന്താണ് നീ എന്ന് അവർക്ക് പിടികിട്ടില്ല. പരിശുദ്ധാത്മാവ് സ്തോത്രം ഷണ്ണന്റെ അടുക്കലേക്ക് ഫിലിപ്പോസിനെ അയക്കുമ്പോൾ സ്തോത്രം പറയുന്ന ഗസയുടെ നിർജ്ജന സ്ഥലത്തേക്ക് പോകുക എന്ന്. അവൻ നിർജ്ജന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇതാ അതുവഴി സ്തോത്രം എത്യോപ്യയിലെ ഷണ്ണൻ രഥത്തിൽ വരിക. സ്തോത്രം അവിടെ വെച്ച് അവിടെ സംഭാഷണമൊക്കെ നമുക്കറിയാം. സ്തോത്രം ആ സംഭാഷണ ശേഷം അവൻ ഹല്ലേലൂയ ആ മനുഷ്യനെ സ്നാനപ്പെടുത്തിയ ശേഷം അവിടെ അടുത്ത് എഴുതിയിരിക്കുന്നതാണ് ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയെന്ന്. നോക്ക്, ഷണ്ണന്റെ രഥത്തിലാ പോകുന്നത്, ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. സ്തോത്രം. അപ്പൊ രഥത്തിന്റെ സ്പീഡിനേക്കാൾ കൂടുതൽ ഹല്ലേലൂയ സഞ്ചരിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഹല്ലേലൂയ നയിക്കപ്പെടുന്ന ഭക്തന്റെ ജീവിതം എത്ര വലുതെന്നൊന്ന് അറിയേണ്ടത് നമുക്കറിയാം. സ്തോത്രം, ഏലിയാവ് കർമ്മേലിന്റെ കൊടുമുടിയിൽ സ്തോത്രം യഹോവ ദൈവമെന്ന് തെളിയിച്ച ശേഷമായിട്ട് ആഹാബിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ രഥം പൂട്ടി പൊക്കൊള്ളുക, ഇതാ മഴ നിന്നെ തടയരുതെന്നൊക്കെ പറഞ്ഞ് ആഹാബ് രഥം പൂട്ടി പോവുകയാണ്.
പക്ഷേ ഏലിയാവിനെ ആത്മാവ് ആഹാബിൻ്റെ രഥത്തിന് മുൻപേ ഓടിക്കുക. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ആത്മീയൻ്റെ ജീവിതം ലോകത്തിനൊരു രഹസ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മഹാപുരോഹിതന്മാർ ചോദിക്കുന്നു, ഏത് ശക്തി കൊണ്ടാണ് നിങ്ങൾ ചെയ്തത്? അവർക്കും മനസ്സിലാകുന്നില്ല. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കുക, അവരുടെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നയിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ആത്മീയൻ്റെ ജീവിതത്തെ അളക്കുവാനോ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനോ അതെങ്ങനെയാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കുവാനോ ഒന്നും ലോകത്തിന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, സ്തോത്രം, ശ്രേഷ്ഠതയിൽ ഓരോ ദിവസവും നയിപ്പിക്കും. ഹല്ലേലൂയ. അവനെ നയിക്കും, അവനെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ലോകത്തിൻ്റെ രഥത്തേക്കാൾ മുൻപേ ഓടുവാൻ, ഹല്ലേലൂയ, ലോകത്തിൻ്റെ ശക്തിയേക്കാൾ വലിയ ശക്തിയിൽ പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ഭക്തനെ, ഹല്ലേലൂയ, ശക്തനാക്കും. ലോകത്തിനത് മനസ്സിലാക്കുകയില്ല. ഇന്ന് പകൽക്കാലം നമുക്ക് തിരിച്ചറിയാനിടയായി തീരട്ടെ, നാം നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. അതുകൊണ്ട് ദൈവത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അങ്ങയുടെ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. നാഥ, അങ്ങയുടെ ശക്തിയാൽ നയിക്കപ്പെടുന്നവരാണ് ഞങ്ങൾ. ലോകത്തിന് ഞങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഞങ്ങളത് തിരിച്ചറിഞ്ഞ്, അതേ കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഉറവിടം, ഞങ്ങളുടെ വളർച്ചയുടെ ഉറവിടം, ഞങ്ങൾ എത്തിച്ചേരേണ്ട സ്ഥലം, ഹല്ലേലൂയ, എല്ലാം നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവ്. ആ ശക്തിയാൽ ഞങ്ങൾ നിയന്ത്രിക്കപ്പെടുമ്പോൾ അത് ലോകത്തിന് ഞങ്ങൾ എപ്പോഴും ഒരു രഹസ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ മനസ്സിലാക്കാൻ ലോകത്തിൽ ആർക്കും കഴിയില്ല. കാരണം ഹല്ലേലൂയ, ഞങ്ങൾ നയിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. അതുകൊണ്ട് കർത്താവേ, ഈ ദിവസങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. ആത്മാവിനാൽ തന്നെ ഞങ്ങൾ നയിക്കപ്പെടട്ടെ. ഒരിക്കലും കർത്താവേ, സ്തോത്രം, ആത്മാവിനോട് വിഘടിച്ചു മാറുകയല്ല, ആത്മാവിനോട് ചേർന്ന് പോകുന്ന ഒരാത്മ സാന്നിധ്യത്തിനായി ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹായിക്കണം. മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾക്ക് അയച്ചുമറ്റ സുവേശ്വരൻ തന്നെയുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ സ്വർഗീയ എന്നുള്ള പിതാവേ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.